UDF അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷകൾ മുന്നണി ക്യാമ്പുകളിൽ സജീവമാകുമ്പോൾ കേരളം ഉറ്റുനോക്കുന്നത് ഒറ്റ ചോദ്യത്തിലേക്കാണ്: ആരായിരിക്കും ആ മുഖ്യമന്ത്രി? കഴിഞ്ഞ 5 വർഷം സഭയ്ക്കകത്തും പുറത്തും സർക്കാരിനെ വിറപ്പിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു വശത്ത്, വർഷങ്ങളുടെ പ്രവർത്തന പരിചയവും സീനിയോരിറ്റിയും കൈമുതലായുള്ള രമേശ് ചെന്നിത്തല മറുവശത്ത്. ഇതിനിടയിൽ ഡൽഹിയിൽ നിന്ന് KC വേണുഗോപാലിന്റെ നിശബ്ദ നീക്കങ്ങൾ കൂടിയാകുമ്പോൾ കോൺഗ്രസിനുള്ളിലെ മുഖ്യമന്ത്രി പദത്തിനായുള്ള പോരാട്ടം ഒരു ത്രികോണ മത്സരമായി മാറിക്കഴിഞ്ഞു. മുന്നണിയിലെ കരുത്തരായ മുസ്ലിം ലീഗിന്റെ നിലപാടും ഹൈക്കമാൻഡിന്റെ സസ്പെൻസ് തീരുമാനങ്ങളും ഈ രാഷ്ട്രീയ ചതുരംഗ കളത്തിലെ കരുനീക്കങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. വാശിയേറിയ ഈ കസേരക്കളിയിൽ ആര് ചിരിക്കും? ഗ്രൂപ്പ് സമവാക്യങ്ങൾ ആർക്ക് തുണയാകും? വോട്ടെണ്ണലിന് മുൻപേ UDFിനുള്ളിൽ പുകയുന്ന ആ രാഷ്ട്രീയ തന്ത്രങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം UDFിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ സജീവമാണ്. ഔദ്യോഗികമായി ഒരു പേര് മുന്നണി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും കോൺഗ്രസിനുള്ളിലെയും മുന്നണിയിലെയും സമവാക്യങ്ങൾ പരിശോധിച്ചാൽ പ്രധാനമായും 4 പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ആദ്യ പേര് VD സതീശന്റേത് തന്നെയാണ്. നിലവിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സതീശനാണ് മുൻതൂക്കം. കഴിഞ്ഞ 5 വർഷമായി നിയമസഭയ്ക്കുള്ളിലും പുറത്തും സർക്കാരിനെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് അദ്ദേഹമാണ്. പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം ഒരു സ്വീകാര്യത നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡിനും സതീശന്റെ പ്രവർത്തനങ്ങളിൽ നല്ല മതിപ്പുണ്ട്. എന്നാൽ മുതിർന്ന നേതാക്കളിൽ ഒരാളായ രമേശ് ചെന്നിത്തലയ്ക്കും മുഖ്യമന്ത്രി പദത്തിൽ എപ്പോഴും ഒരു കണ്ണുണ്ട്. കഴിഞ്ഞ തവണ അവസരം നഷ്ടപ്പെട്ടെങ്കിലും പാർട്ടിയിലെ തന്റെ സ്വാധീനവും അനുഭവ സമ്പത്തും മുൻനിർത്തി അദ്ദേഹം അവകാശവാദം ഉന്നയിക്കാൻ തന്നെയാണ് സാധ്യത. അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും പാർട്ടിയിലുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട നാമം KC വേണുഗോപാലിൻ്റെതാണ്. AICC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ദേശീയ രാഷ്ട്രീയത്തിൽ കരുത്തനായ വേണുഗോപാൽ കേരളത്തിലേക്ക് മടങ്ങി വരാൻ താല്പര്യപ്പെടുന്നുവെന്നാണ് സൂചനകൾ. ഹൈക്കമാൻഡിന്റെ വിശ്വസ്തനായ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുകയാണെങ്കിൽ അത് പല അപ്രതീക്ഷിത രാഷ്ട്രീയ നീക്കങ്ങൾക്കും വഴിവെച്ചേക്കാം. സുധാകരനെ പോലുള്ള നേതാക്കളുടെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടെന്നതും ശ്രദ്ധേയമാണ്. അടുത്ത പ്രധാന ഘടകം സുധാകരൻ തന്നെയാണ്. KPCC പ്രസിഡന്റ് എന്ന നിലയിൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ് അദ്ദേഹം. നേരിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചിട്ടില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് വിജയത്തിൽ അദ്ദേഹത്തിന്റെ പങ്ക് നിർണായകമായതിനാൽ സുധാകരന്റെ നിലപാടുകൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ പ്രധാനമാകും. UDFിന്റെ പതിവ് രീതി അനുസരിച്ച് തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാറില്ല. കൂട്ടായ നേതൃത്വം എന്ന ലേബലിലാവും തെരഞ്ഞെടുപ്പിനെ നേരിടുക. കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അന്തിമ തീരുമാനം എടുക്കുകയെങ്കിലും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടക കക്ഷികളുടെ അഭിപ്രായം നിർണായകമാകും. ചുരുക്കത്തിൽ നിലവിലെ സാഹചര്യത്തിൽ VD സതീശനും KC വേണുഗോപാലും തമ്മിലുള്ള ഒരു അദൃശ്യമായ മത്സരം മുഖ്യമന്ത്രി പദത്തിനായി നടക്കുന്നുണ്ട്. എങ്കിലും തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ ഈ സസ്പെൻസ് തുടരാൻ തന്നെയാണ് സാധ്യത. ഇനി പൊതുജനങ്ങളുടെ അഭിപ്രായം സ്വാംശീകരിച്ച് ഒരു വിശകലനം നടത്തുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പേർ ആഗ്രഹിക്കുന്ന നാമം VD സതീശന്റേത് തന്നെയാണ്. പൊതുജനങ്ങളുടെ താല്പര്യം അളക്കുന്നത് പലപ്പോഴും മാധ്യമ സർവേകളിലൂടെയും സോഷ്യൽ മീഡിയ ട്രെൻഡുകളിലൂടെയുമാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പൊതുജനങ്ങളുടെയും UDF അനുയായികളുടെയും മനസ്സ് എങ്ങനെയാണെന്ന് പരിശോധിച്ചാൽ ചില പ്രധാന കാര്യങ്ങൾ വ്യക്തമാകും. സമീപകാലത്തെ പല സർവേകളിലും UDF നിലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുണയ്ക്കുന്നത് VD സതീശനെ തന്നെയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന ചില അഭിപ്രായ സർവേകളിൽ UDF മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏകദേശം 34% പേരുടെ പിന്തുണയോടെ അദ്ദേഹം മുന്നിലെത്തിയിരിക്കുന്നു. നിയമസഭയിലെ അദ്ദേഹത്തിന്റെ പ്രകടനം നിഷ്പക്ഷ വോട്ടർമാർക്കിടയിലും യുവാക്കൾക്കിടയിലും നല്ലൊരു ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്ത നാമം വേണുഗോപാലിൻ്റെതാണ്. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയോടൊപ്പമുള്ള പ്രവർത്തനവും ഡൽഹിയിലെ രാഷ്ട്രീയ സ്വാധീനവും KC വേണുഗോപാലിന് ഒരു ഹൈ പ്രൊഫൈൽ പരിവേഷം നൽകുന്നുണ്ട്. സർക്കാരിനെ നയിക്കാൻ പരിചയസമ്പന്നനായ ഒരാൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ അദ്ദേഹത്തെ അനുകൂലിക്കുന്നു. എങ്കിലും താഴെത്തട്ടിലുള്ള വോട്ടർമാർക്കിടയിൽ സതീശനെ അപേക്ഷിച്ച് അദ്ദേഹത്തിനുള്ള സ്വീകാര്യത കുറവാണെന്നാണ് ചില സർവേകൾ സൂചിപ്പിക്കുന്നത്. ഇനി മറ്റൊരു നാമം ശശി തരൂരിൻ്റെതാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി കേരളത്തിലെ പൊതുജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് യുവതലമുറയ്ക്കും പ്രൊഫഷണലുകൾക്കുമിടയിൽ ശശി തരൂർ മുഖ്യമന്ത്രിയാകണമെന്ന വലിയൊരു ആഗ്രഹം പ്രകടമാണ്. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായി അദ്ദേഹം വരണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം കേരളത്തിൽ ഉണ്ട് താനും. എന്നാൽ പാർട്ടി നേതൃത്വത്തിനുള്ളിൽ അദ്ദേഹത്തിന് എത്രത്തോളം പിന്തുണ ലഭിക്കുമെന്നത് ഇപ്പോഴും വലിയൊരു ചോദ്യചിഹ്നമാണ്. ഘടക കക്ഷികളുടെ സ്വാധീനവും മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. UDFിലെ കരുത്തരായ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് പൊതുജന സമ്മതിയുള്ള എന്നാൽ തങ്ങളുമായി ചേർന്നു പോകുന്ന ഒരു നേതാവിനെയാണ് താല്പര്യം.
മുസ്ലിം ലീഗ് അണികൾക്കിടയിൽ സതീശനും ചെന്നിത്തലയ്ക്കും നല്ല ബന്ധമാണുള്ളത്. ചുരുക്കത്തിൽ വി.ഡി. സതീശൻ സജീവ രാഷ്ട്രീയത്തിലുള്ളവർക്കും നിയമസഭാ പ്രകടനത്തെ വിലയിരുത്തുന്നവർക്കും പ്രിയപ്പെട്ടവനാണ്. ശശി തരൂരിനെ ആകട്ടെ മാറ്റം ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്കും യുവാക്കൾക്കും ഇടയിൽ വലിയ താല്പര്യമുണ്ട്. എന്നാൽ കെ.സി. വേണുഗോപാൽ പാർട്ടിയെ നിയന്ത്രിക്കാൻ കരുത്തുള്ള ഒരാൾ വേണമെന്ന് കരുതുന്നവരുടെ ചോയ്സാണ്. അന്തിമമായി UDFന് ഭരണം ലഭിച്ചാൽ ജനങ്ങളുടെ ഈ താല്പര്യങ്ങൾക്കൊപ്പം തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങളും മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കും. ഇലക്ഷന് മുമ്പ് വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി മുന്നണി വിടുമെന്ന് പോലും പ്രതീതി ഉണ്ടാക്കിയ കെ. സുധാകരൻ ഒടുക്കം ഹൈക്കമാൻഡിന് കീഴടങ്ങിയെങ്കിലും KPCC മുൻ പ്രസിഡന്റ് കൂടിയായ കെ. സുധാകരന്റെ നിലപാടുകൾ UDFിലെ മുഖ്യമന്ത്രി ചർച്ചകളിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാറുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അദ്ദേഹം ആരെയാണ് പിന്തുണയ്ക്കുന്നത് എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു പേര് പറയുന്നതിന് പകരം സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് അദ്ദേഹം പങ്കുവയ്ക്കാറുള്ളത്. സമീപകാലത്തെ നിലപാടുകൾ പരിശോധിക്കുമ്പോൾ കെ.സി. വേണുഗോപാലിനെ അദ്ദേഹം പിന്തുണച്ചിട്ടുണ്ട്. 2026 തെരഞ്ഞെടുപ്പ് ഫലത്തിന് തൊട്ടു മുമ്പുള്ള സാഹചര്യത്തിൽ കെ.സി. വേണുഗോപാലിനെ അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് സുധാകരൻ പരസ്യമായി സ്വീകരിച്ചിരുന്നത്. വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാകണമെന്നും കെ. കരുണാകരനെയും ഉമ്മൻചാണ്ടിയെയും പോലെ പാർട്ടിയെ നയിക്കാൻ കെൽപ്പുള്ള നേതാവാണ് അദ്ദേഹമെന്നും സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ഇത് വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സുധാകരൻ പിന്തുണയ്ക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയായി രാഷ്ട്രീയ വൃത്തങ്ങൾ കാണുന്നു. എന്നാൽ ഇതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നൽകിയ ഒരു അഭിമുഖത്തിൽ തന്റെ വ്യക്തിപരമായ ചോയ്സ് രമേശ് ചെന്നിത്തലയാണെന്ന് സുധാകരൻ പറഞ്ഞിരുന്നു. മുതിർന്ന നേതാവ് എന്ന നിലയിലുള്ള ചെന്നിത്തലയുടെ അനുഭവ സമ്പത്താണ് അന്ന് അദ്ദേഹം ഉയർത്തിക്കാട്ടിയത്. വി.ഡി. സതീശനുമായി സുധാകരനുള്ള ഭിന്നതകൾ ഇപ്പോൾ പരസ്യമാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ചില നിലപാടുകളോട് സുധാകരൻ പലപ്പോഴും വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. 100 സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന സതീശന്റെ പ്രസ്താവനയോട് വാക്കു പാലിക്കുന്ന നേതാവാണെങ്കിൽ സതീശൻ അത് ചെയ്യട്ടെ എന്ന തരത്തിൽ സുധാകരൻ പ്രതികരിച്ചത് ഇരുവരും തമ്മിലുള്ള അകൽച്ചയുടെ സൂചനയായി വ്യാഖ്യാനിക്കപ്പെട്ടു. എന്നിരുന്നാലും കെ. സുധാകരന്റെ പിന്തുണ പലപ്പോഴും പാർട്ടിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വി.ഡി. സതീശന്റെ നേതൃത്വത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ ഒരു ബദൽ ശക്തി ഉറപ്പിക്കാൻ അദ്ദേഹം വേണുഗോപാലിനെയോ ചെന്നിത്തലയെയോ പിന്തുണയ്ക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. അതേസമയം ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനവും താൻ അംഗീകരിക്കുമെന്നും അദ്ദേഹം ആവർത്തിക്കാറുണ്ട്. ചുരുക്കത്തിൽ നിലവിലെ സാഹചര്യത്തിൽ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണമെന്നാണ് സുധാകരന്റെ പരോക്ഷമായ ആഗ്രഹം. എന്നാൽ ഇത് പാർട്ടിയിലെ ഔദ്യോഗിക തീരുമാനമല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമാണ്. വോട്ടെടുപ്പ് പൂർത്തിയാക്കി കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി എല്ലാവരുടെയും കണ്ണ് വോട്ടെണ്ണൽ ദിനത്തിലേക്കാണ്. UDFന് അനുകൂലമായ ഒരു ജനവിധിയാണ് ഉണ്ടാകുന്നതെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ സ്വാഭാവികമായും മുന്നണിയിൽ സജീവമാകും. വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ പേരുകൾ ചർച്ചകളിൽ ഉയരുന്നുണ്ടെങ്കിലും അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റെയും ഘടക കക്ഷികളുടെയും കൂട്ടായ ആലോചനയിലൂടെ മാത്രമേ ഉണ്ടാകൂ. കേരളം നേരിടുന്ന സാമ്പത്തികവും സാമൂഹികവുമായ വെല്ലുവിളികളെ അതിജീവിക്കാൻ കെൽപ്പുള്ള ഒരു നേതൃത്വത്തെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കും അപ്പുറം വരാനിരിക്കുന്ന ഭരണകാലയളവിൽ നാടിനെ വികസനത്തിലേക്ക് നയിക്കാൻ ആര് വരണമെന്നത് ജനാധിപത്യപരമായ ചർച്ചകളിലൂടെ തീരുമാനിക്കപ്പെടേണ്ടതുണ്ട്. ഏതായാലും വോട്ടെണ്ണൽ കഴിയുന്നതോടെ കേരളത്തിന്റെ ഭരണത്തലവനെ കുറിച്ചുള്ള അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമാകുമെന്നും സുതാര്യമായ ഒരു ഭരണ സംവിധാനത്തിന് വഴി തുറക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.